എസ് കെ കനകുന്ന് അവിടെ ആഘോഷ സലിമാലിക്ക് അവിടെ കുറെ നേരമായിട്ട് കനകുന്ന് നിക്കല്ലേ? ആരാ അവിടെ നിക്കുന്നത്? നിന്ന് വേരിറങ്ങി കാണും. അവന് പ്രശ്നമാണോ? സാധാരണ വേരിറങ്ങുന്ന ആളാ. സ്പെഷ്യൽ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. സലീം മാലിക് സലീം കണ്ണാടി സൂപ്പറായി. ഇത് മറ്റേ മോഹൻലാൽ പണ്ട് ധരിച്ച കണ്ണടയാണെന്ന് തോന്നുന്നല്ലോ. ഓ, പ്രകാശിക്കുന്ന കണ്ണട. എസ് കെ, നിങ്ങളൊക്കെ അവിടെ ആഘോഷ മൂഡിലായതുകൊണ്ടാണ് ഞാനിത് വാങ്ങി വെച്ചത്. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല, ഇത് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ണൊക്കെ പെരുക്കുന്നു. ഇതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചതാണ്, പക്ഷേ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തലവേദന ആയിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ കനകക്കുന്നിലാണ് നിൽക്കുന്നത്. കനകക്കുന്നിൽ തൊട്ടപ്പുറത്ത് മാനവീയത്വമൊക്കെ ആയ ആയിരങ്ങളാണ് ഇവിടേക്ക് പുതുവത്സരം ആഘോഷിക്കാനായി എത്തിയിരിക്കുന്നത്. ഇവിടെ കനകക്കുന്നിൽ കേരള ടൂറിസം വകുപ്പിന്റെ വസന്തോത്സവം എന്ന പേരിലൊരു പരിപാടി നടക്കുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് അത് ഫ്ലവർ ഷോയും ചെറിയ സംഗീത വിരുന്നൊക്കെ ഒരുക്കിയുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൽ ഈ നിറങ്ങൾ ഇങ്ങനെ അണിഞ്ഞ് നിൽക്കുകയാണ്. അത് ഏതൊരാഘോഷം വന്നാലും തിരുവനന്തപുരം നഗരം ഇങ്ങനെ നിറങ്ങളിൽ കുളിച്ചു നിൽക്കുന്നത് കഴിഞ്ഞ കുറെ കാലമായി നമ്മൾ കാണുന്നതാണ്. ആ കാഴ്ചകൾ കാണാനും ലൈറ്റുകൾ കാണാനും ഒക്കെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നതും പതിവാണ്. സമാനമായി പുതുവത്സരം ഇവിടെ ആഘോഷിക്കാനും പലയിടങ്ങളിൽ നിന്നുള്ള ആളുകൾ പല വഴികളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ചേട്ടാ, എവിടെ നിന്ന് വരുന്നേ? ന്യൂ ഇയർ ആഘോഷിക്കാൻ എവിടെയൊക്കെ പോയി? എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ ഒരു ന്യൂ ഇയർ ആഘോഷം? പൊളിയല്ലേ? ചേച്ചി, എവിടെ നിന്നാ വരുന്നേ? എവിടെയൊക്കെ പോയി? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ആഘോഷം? മുകളിൽ കയറിയോ? കയറുന്നില്ലേ? അങ്ങനെയാണ് സ്കാൻ. ഇവിടെ മുഴുവൻ ഈ ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കയറാൻ. ഇതിന്റെ അകത്തേക്ക് കയറാൻ നമ്മളിപ്പോൾ ഇതിന് പുറത്താണ് നിൽക്കുന്നത്. ഇതിന്റെ അകത്തേക്ക് കയറിയാൽ ഇതിനേക്കാൾ ഗംഭീരമായ ചില കാഴ്ചകളൊക്കെ കാണാൻ കഴിയും. മനോഹരമായാണ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ബാക്കി പലയിടങ്ങളിലും കോവളത്തും ഒക്കെ DJ-യും മറ്റ് സംവിധാനങ്ങളുമായുള്ള കളർഫുൾ ആഘോഷ പരിപാടികളാണെങ്കിൽ കനകക്കുന്നിൽ കുറച്ചുകൂടി ശാന്തമായ എന്നാൽ വളരെ രസകരമായ ആഘോഷ പരിപാടികളാണുള്ളത്. കുടുംബവുമൊത്തും കുട്ടികളുമൊത്തും ഒക്കെ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. മോളെ, എങ്ങനെയുണ്ട് ഇവിടെ? നല്ല രസമുണ്ട്. എനിക്ക് ആ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, ആ സാന്റയുടെ ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഭയങ്കര രസകരമായാണ് അതൊക്കെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ വളരെ രസമായ മറ്റൊരു തലത്തിലുള്ള വൈബ് ഇവിടെ കനകക്കുന്നിൽ എത്തിയാൽ കാണാൻ കഴിയും. അതൊത്ത് ന്യൂ ഇയർ ആഘോഷിക്കാനും കഴിയും. SKN. ഓക്കെ, താങ്ക് യു. സലീം മാലിക്കാണ് വിവരങ്ങൾ. തിരുവനന്തപുരം കനകക്കുന്ന് എന്നാണ് ചേർന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.